ഇവർ വിവാഹിതരായ ഇന്നത്തെ സീരിയൽ എപ്പിസോഡ്. ഇനി മഹാലക്ഷ്മി വിളക്ക് എടുത്തോളൂ മോളെ, ആ വിളക്കിങ്ങെടുക്ക്. ഈ മഹാലക്ഷ്മി വിളക്ക് 3 വട്ടം ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ കുടുംബത്തിന് ഐശ്വര്യം വരും. ഈ വിളക്ക് കയ്യേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആരതി ഒഴിഞ്ഞ് പൂർത്തിയായിരിക്കണം, അല്ലാത്ത പക്ഷം കുടുംബത്തിന് ദോഷം വരും. ഇനി രണ്ടുപേരും എഴുന്നേറ്റ് നിന്ന് മഹാലക്ഷ്മിക്ക് ആരതി ഒഴിഞ്ഞോളൂ. അമ്മേ, എനിക്ക് അജയുമായിട്ട് മംഗളാരതി ഒഴിയണം പ്ലീസ് അമ്മേ. നീ മുത്തശ്ശിയോട് പറ. മുത്തശ്ശി, ഞാനും അജയും കൂടെ ആരതി ഒഴിയട്ടെ. അതിന് ഒഴിയാനുള്ള സാധ്യതയുണ്ടോയെന്നും എനിക്ക് അറിയത്തില്ലല്ലോ. അജയ് അപ്പം പറയുന്നത് വിവാഹിതർ ചെയ്യുന്നതല്ലയോ, അപ്പം വേണ്ട. അത് പൂജാരി പറയട്ടെ. ഒത്തുചേരാൻ പോകുന്നവരോ ആരതി ഒഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല. കല്യാണം കഴിഞ്ഞും ചെയ്യേണ്ടതാണല്ലോ. മുത്തശ്ശി, എനിക്കതിൽ താല്പര്യമില്ല. ആവശ്യമില്ലാത്ത ആചാരം വേണോ? അജയ്, എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം. വല്യമ്മാവാ വിട്ടേരെ, കല്യാണമൊന്നും അല്ലല്ലോ. ബാ മോളെ. അവർ രണ്ടുപേരോട് ആരതി ഒഴിയുന്നു. ആരതി ഒഴിയാൻ നേരത്ത് ഫോൺ ബെല്ലടിക്കുമ്പോഴത്തേന് ആരതി താഴെ വീഴാൻ പോകുന്നു. പെട്ടെന്ന് ഭൂമിജ കയറി പിടിക്കുന്നു. അവർ രണ്ടുപേരും കൂടെ ആരതി ഒഴിയുന്നു. സോറി. എന്ത് സോറി? എന്താ നീ കാണിച്ചത്? പലഹാര കച്ചവടക്കാരി, നീ ഈ വീട്ടിൽ പൂജയ്ക്ക് ഏറിയത് തന്നെ ആക്ഷേപമാണ്. നീ വിചാരിച്ചോ നീ ജീവിക്കുന്ന തെരുവാണെന്ന്? ഇറങ്ങടി പുറത്ത്. മഹാലക്ഷ്മി പൂജയും കൊണ്ട് ഫലമില്ലാതായ തിരുമേനി. ഇവള് വന്നപ്പോൾ മുതൽ എന്നെ തെറി പറഞ്ഞു. അജയുടെ മേളിൽ തട്ടിക്കയറി. തെരുവിലെ കൾച്ചറൽ ഫലോ. തിരുമേനി, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഇല്ലമ്മേ, ആ വിളക്ക് താഴെ വീണായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന് നാശമുണ്ടായേനെ. വീടിൻ്റെ ഐശ്വര്യം കാത്തു സൂക്ഷിക്കാൻ ഈ കുട്ടിയുടെ പ്രവൃത്തി കൊണ്ട് കഴിഞ്ഞു. ഈ കുട്ടിയെ ദേവി വിട്ടതാണെന്ന് കൂട്ടിക്കൊള്ളൂ. ഭൂമി താങ്ക്സ്. അറിയാതെയാണ് ഇവർ നിന്നെ ശകാരിച്ചത്. നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. ഇവർ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കല്ല്. അത് സാരമില്ല സാർ, ഇവർ പറഞ്ഞത് ശരിയല്ലേ. എനിക്ക് ഈ വീട്ടിൽ എന്ത് അവകാശമാണ് ഉള്ളത്? ഞാൻ വെറും പലഹാര കച്ചവടക്കാരി. മോളെ ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല. മുത്തശ്ശി മോളെ അങ്ങനെ കരുതുമോ? മുത്തശ്ശി അങ്ങനെ പറയുമല്ല. എന്നാൽ എല്ലാം മോളങ്ങ് ക്ഷമിച്ചേരെ. എല്ലാവരുടെ അടുത്ത് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ അജയുടെ അഞ്ജനയുടെ വിവാഹ നിശ്ചയം കാണും. ആ വിവാഹ നിശ്ചയം എന്നാണെന്ന് ഞാൻ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ട് പറയാം. അമ്മേ, ഓപ്പറേഷൻ സക്സസ്. നോ, ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ശത്രുക്കൾ ശക്തരാണ്. ഓരോ ചുവടും സൂക്ഷിച്ചു വേണം. അമ്മ ക്യാപ്റ്റൻ, ഞാൻ സോൾജിയർ. മോളെ അഞ്ജന, വെല്ലിച്ച ഹാറി ഹാപ്പി. ആ, വെല്ലിച്ചൻ കൂടെ ഉണ്ടാവും. വെല്ലിച്ചനല്ലല്ലോ കൂടെ കണ്ടത്, ഇവളുടെ അച്ഛനല്ലയോ? മറന്നു കാണത്തില്ലല്ലോ. സാഗർദാസ്, അഞ്ജനയുടെ അച്ഛൻ. ഇവളുടെ വിവാഹ നിശ്ചയം അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സാഗർ ആയിരിക്കും. എവിടെയാണ് സാഗർ? ഇല്ലാണ്ടാക്കിയില്ലയോ? ഒരവസരം അമ്മ പാഴാക്കില്ലല്ലേ? അവസരങ്ങൾ കാത്തിരിക്കുന്ന എനിക്കത് പാഴാക്കാൻ പറ്റുമോ? ഗുഡ്. എനിക്ക് ആ കച്ചവടക്കാരിയോടൊന്ന് സംസാരിക്കണം. ഹലോ അഞ്ജന, നീ പേര് വിളിക്കാറായോ? വലിയ വീട്ടിലെ മെമ്പേഴ്സിനെ റെസ്പെക്റ്റോടു കൂടി സംസാരിക്കണം. ആ മേഡം. ഇത്രയ്ക്ക് ഓവർ സ്മാർട്ട് ആവണ്ട, തറയിൽ നിന്നാൽ മതി. തറയാണെന്നറിയാം. മേഡം ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ആ വിളക്ക് താഴെ പോകാതിരിക്കാനാണ് ഞാൻ പിടിച്ചത്. സോ വാട്ട്? അത് എനിക്കറിയില്ല. അപ്പോഴങ്ങനെ ചെയ്യാനാ തോന്നിയത്. നീ ആരാടി? നിന്നെ അതിൽ ചുമതലപ്പെടുത്തിയോ? എടി പൊടിയെന്ന് വിളിച്ച് സംസാരിക്കല്ല. നീ തെരുവ് സ്റ്റൈലല്ലേ? ആ രീതിയിലാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. ഞാൻ തെരുവാണ്. നീ അതിലും വലിയ തെരുവ് സംസാരത്തിലാണ് സംസാരിക്കുന്നത്. നിനക്ക് ആഗ്രഹമുണ്ടല്ലേ ഈ വീട്ടിൽ കയറി പറ്റാൻ? മുത്തശ്ശിയെ നീ വശത്താക്കി. ഇപ്പം അജയ്. സൗഭാഗ്യപുരത്തിൻ്റെ സംസ്കാരം നിനക്കറിയാമോ? സൗഭാഗ്യപുരത്തിൻ്റെ സംസ്കാരം എനിക്കറിയാം. നിനക്കതില്ലെന്ന് മനസ്സിലായി. നീ ഭൂമി IPS അല്ല IAS അല്ല, ചായക്കടക്കാരിയല്ലയോ? നാട്ടുകാർ കുടിച്ച ചായ ഗ്ലാസ് കഴുകൽ, എച്ചിൽ വറക്കൽ, പാത്രം കഴുകൽ, ഷെയിംഫുൾ വർക്ക്. ആലോചിക്കുമ്പോൾ പോലും ഛർദ്ദിക്കാൻ വരുമോ? നീ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതാ. എന്തിന് ക്യാരിങ് ആണെന്നറിയാം. ഡി അലറണ്ട. എൻ്റെ പണി നീ പറഞ്ഞല്ലോ ഷെയിംഫുള്ളാന്ന്. അതെ, ഞാൻ ആ പണിയെ റെസ്പെക്റ്റ് ചെയ്യുന്നു. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്നോട് കാണിച്ചത് ഫാദർലെസ് പരിപാടിയാ. മലയാളത്തിൽ പറയടി. തന്തയില്ലാത്ത പ്രവൃത്തി എന്നല്ലേ നീ ഉദ്ദേശിച്ചതോ? നിനക്കതുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അവനൊരു ചെറ്റയായിരിക്കും. ഭൂമിൻ്റെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുന്നു. അപ്പോഴത്തേന് അജയ് വരുന്നു. വീട്ടിനുള്ളിൽ കയറി തല്ലുന്നോ? എന്നാൽ എന്നെ തല്ലടി. ഒന്ന് തല്ലി നോക്കടി. തല്ല് സാറേ. എൻ്റെ അച്ഛനെ പറഞ്ഞാൽ ഭൂമിജ ആരെയും തല്ലും. ഞാൻ തന്തയില്ലാത്തവളാണെന്നൊന്ന് പറഞ്ഞു നോക്ക്. വധശിക്ഷ തന്നാലും ഞാൻ തല്ലും. ഭൂമിജ ഇറങ്ങിപ്പോകുന്നു. മാറി നിന്ന് കരയുന്നു. ഭവാനി മേളത്തെ നിലയിൽ ഫോൺ വിളിച്ചുകൊണ്ട് നിന്നപ്പോൾ അച്യുതൻ ഇറങ്ങി ഓടുന്നു. ഭവാനി അത് കാണുകയും ചെയ്യുന്നു. എന്താ അച്യുതൻ എന്നെ കണ്ടപ്പോൾ ഓടിയത്? ഇനി അവളെ കൊന്നില്ലയോ? എന്നെ കാണിക്കുന്ന അജയുടെ അച്ഛനാ. എനിക്ക് മനസ്സിലായ അലക്സേ. കാശ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ദാ കൊണ്ടുവരുന്നു. താൻ അവിടെ തന്നെ നിന്നാൽ മതി. പുള്ളി കാറ് കയറാൻ നേരത്ത് പൈസ തറയിൽ വീഴുന്നു. ഭൂമിജ കാണുന്നുണ്ട്. സാർ, സാർ നിക്ക്. കേൾക്കുന്നില്ല. വണ്ടി എടുത്ത് പോകുന്നു. അപ്പച്ചി, നീ എൻ്റെ മരുമോളാകാൻ പോവാ. ഇനി അമ്മായിമ്മ പോരൊക്കെ പ്രതീക്ഷിക്കാം. എൻ്റെ അമ്മായിമ്മ ആവണ്ട, ഇവിടുത്തെ അപ്പച്ചി ആയാൽ മതി. എന്താ അത് ശരി? അമ്മായിമ്മയെക്കുറിച്ചൊരു സംസാരം? ഒന്നുമില്ല അമ്മേ. മുത്തശ്ശീന്ന് വിളിച്ചോണ്ട് പറഞ്ഞ് ഭൂമിജ വരുന്നു. മോൾ ആഹാരം കഴിച്ചോ? കഴിക്കാം. എന്നാ അച്ഛനെ വിളിച്ചോണ്ട് പോയി ആഹാരം കഴിക്ക്. ദാ മുത്തശ്ശി, മാധവൻ സാറിൻ്റെ കയ്യിൽ നിന്ന് പോയതാ. കാറിൽ കയറിയപ്പോൾ ഈ കാശ് പോയത് അറിഞ്ഞില്ല. സാറ് കാറിൽ കയറി പോയി. മോളെ, നീ അല്ലാതെ വേറെ ആരും ഇങ്ങനെ ചെയ്യില്ല. നീ നല്ല കുട്ടിയായിട്ട് വളരണം കേട്ടോ.
ദേ ഇത് മോള് വെച്ചോ, മോളുടെ സത്യസന്ധതയ്ക്ക് മുത്തശ്ശിയുടെ ചെറിയൊരു സമ്മാനം. അയ്യോ എനിക്ക് വേണ്ട മുത്തശ്ശി, അങ്ങനെ വാങ്ങിയ ഇത് കൈക്കൂലിയായി പോവും. ശരി മുത്തശ്ശി, ഞാൻ ഇറങ്ങുക. എന്ത് നല്ല മോളാ ഇവള് അല്ലേ അമ്മേ. എനിക്ക് ആദ്യമായി കണ്ട ദിവസം മുതലേ എനിക്കിഷ്ടമായി. അവൾ ഈ രൂപ കൊണ്ട് തന്നോണ്ടല്ലേ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞത്. ഈ കാശ് വരുന്നത് പലരും കണ്ടു കാണും, അതാ കൊണ്ട് തന്നത്. അല്ലെങ്കിൽ അടിച്ചു മാറ്റിയേനെ. അങ്ങനത്തെ വർഗമാണ് ഇത്. നീ എന്താ പറഞ്ഞത്? നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയാൻ പഠിക്കണം. ദാരിദ്ര്യം സ്വയമേ ഏറ്റെടുക്കുന്നതല്ല. ദരിദ്രം എല്ലാവരും മോശപ്പെട്ടവരും അല്ല. ഭൂമി ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചത് അവിടെ കുഴപ്പമാണോ? നീ ഈ വീട്ടിൽ ജനിച്ചത് നിന്റെ ഗുണം കൊണ്ടാണോ? ദൈവത്തിന് നിരക്കാത്ത കാര്യമൊന്നും പറയല്ലേ. സോറി മുത്തശ്ശി. എന്നാ ചെല്ല്. അമ്മേ വാ കഴിക്കാൻ. നീ മാധവനെ വിളിച്ച് കാശ് കിട്ടിയ കാര്യം പറ. പിന്നെ കാണിക്കുന്നത് ഭൂമിജയുടെ വീടാ. വന്നോ എൻ്റെ അച്ചുവേട്ടാ? അച്ചുവേട്ടാ എവിടെ ആയിരുന്നു? പായസം കൊടുത്തിട്ട് നേരെ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരമായി എന്താ വരാഞ്ഞേ? അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ഭൂമിയുടെ അച്ഛനാന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കണം, പൂജ തീരുന്നവരെ നിൽക്കണം, ആഹാരം കഴിച്ചിട്ടേ പോവാമോ. മോള് നമ്മുടെ ഭാഗ്യമാന്ന് പറഞ്ഞു. ആ ഭാഗ്യം കൈവിടുമെന്നുള്ള പേടിയേ ഉള്ളൂ. എന്താ ഇങ്ങനെ പറയുന്നേ? ഈ ഇടയായിട്ട് ഇങ്ങനെയുള്ള സംസാരമാണല്ലോ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല. എന്നാൽ പിന്നെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയതേ. ഞാൻ ചായ എടുത്തു തരാം. ബാ. ഭവാനി മേളം മോളെ തിരിച്ചറിഞ്ഞു കാണുമോ? എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അപ്പോഴത്തേന് ഭൂമിജ വരുന്നു. അച്ഛനെ ഞാൻ എവിടെല്ലാം നോക്കി, എന്താ എന്നെ കാണാതെ ഇഞ്ഞ് പോകുന്നത്? അവിടെ വലിയ വലിയ ആൾക്കാരില്ലേ, അതാ ഞാനിഞ്ഞ് പോകുന്നത്. ആരാ വലിയ ആൾക്കാർ? എൻ്റെ അച്ഛനെക്കാട്ടിലും വലിയ ആൾക്കാർ ആരാ? ആ വീട്ടിലെ എല്ലാവരും നല്ലതാണ്. മുത്തശ്ശിയാണ് സൂപ്പർ. എനിക്കൊരു മുത്തശ്ശി വേണം. ഞാനെന്ത് വേണം? ഇപ്പം ഞാനെന്താ വേണം? ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരില്ലേ, മുത്തശ്ശിമാരെ വേണ്ടാത്ത പിള്ളേർ, അവർ എക്സ്ചേഞ്ച് മേളയിൽ മുത്തശ്ശിമാരെ വിൽക്കുന്ന കേട്ട് അതിനൊരെണ്ണം മേടിക്കാം നമുക്ക്. കൂട്ടുകുടുംബത്തിൽ വാഴുന്നതേ എന്തൊരു സന്തോഷമാണ്. വെല്ലിച്ചൻ, മുത്തശ്ശി, അമ്മാവൻ, അപ്പച്ചി, അമ്മാവൻ, ഒന്ന് വീണ് പോയാൽ താങ്ങി നിർത്താൻ ഒത്തിരി ആളുകളാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.